നമസ്കാരം. രാംസ് വോയിസിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിലെ സംഗതികൾ ഗൗരവമായിട്ട് നടക്കുന്നു. CPM-നകത്ത് വിവിധയിടങ്ങളിലായിട്ട് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമെല്ലാം ബോംബുകൾ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ CPM-ൽ പ്രജകൾ രാജാവിനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും സർവസന്നാഹങ്ങളുമായി അട്ടഹസിക്കുമ്പോൾ അവർക്ക് പുറകെ BJP-യും കോൺഗ്രസും പൂച്ചെണ്ടുകളുമായി നടക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. സാധാരണഗതിയിൽ ഒരു പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പെട്ടെന്ന് ആരും ഇടപെടാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു പാർട്ടിക്കകത്ത് അന്തഃഛിദ്ര ഉണ്ടാവുമ്പോൾ ആ അവസരത്തിൽ തന്നെ ചാടി വീണ് സുധാകര വാ അങ്ങനെ വിളിക്കുന്ന, മാടി മാടി വിളിക്കുന്ന ഒരവസ്ഥ ഇതിനു മുമ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയം കാണാൻ ഒരു വല്ലാത്ത ചേലുണ്ട്. CPM-ൻ്റെ ഈ തകർച്ച നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുള്ളതാണ്. കാരണം എക്കാലവും ദാർഢ്യത്തിൻ്റെ പേരിൽ ആ സമൂഹം അണികൾ ഇങ്ങനെ ഒതുങ്ങിക്കഴിഞ്ഞുകൂടുമെന്ന് ആരും കരുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പശ്ചിമ ബംഗാളിലും ഇങ്ങനെ തന്നെയൊക്കെയാണ് സംഭവിച്ചത്. നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും സംഗതി രസകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമസ്കാരം ജ്യോതിഷ്. പക്ഷേ നമുക്കൊരു വല്ലായ്മ തോന്നുന്നത്, ഒരു പാർട്ടിയിൽ ഒരു പടലപ്പിണക്കം ഉണ്ടാകുമ്പോഴേക്കും രണ്ടു കൂട്ടരും ആഹ്ലാദിക്കുകയും അവരെ കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കാണുമ്പോൾ ഒരു കൗതുകം തോന്നുന്നു. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു വശത്തു നിന്ന് ചാക്കിട്ട് പിടിക്കാൻ ചാക്ക് റെഡിയാക്കി BJP-യും, ഒരു വശത്ത് ചാക്ക് റെഡിയാക്കി കോൺഗ്രസും. ഏത് ചാക്കിലേക്ക് ചാടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നമ്മൾ നോക്കിക്കാണുന്ന ഒരു സംഗതി. ഏതായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. സന്ദീപ് വാര്യർ അവിടെ ഇന്ന് വയനാട്ടിലൊക്കെ സജീവമായിട്ട് ചാടി നിൽക്കുന്ന അവസ്ഥയിൽ കുറേ കൂട്ടർ എന്തായാലും കോൺഗ്രസിലേക്ക് പോകും, കുറേ കൂട്ടർ BJP-യിലേക്ക് പോകും. നല്ല കാര്യം. BJP വളരട്ടെ, കോൺഗ്രസും വളരട്ടെ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ തകരുന്നവർ കണ്ടില്ല. നമസ്കാരം രവികുമാർ. നമസ്കാരം. നമുക്ക് ഈ തമാശ കണ്ടു അങ്ങ് ഇരിക്കാൻ ഇപ്പോൾ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തിരുവനന്തപുരത്തെ ഒരു സഖാവ് വന്നിട്ട് നമ്മുടെ ജില്ലാ സെക്രട്ടറിനെ ചീത്ത വിളിക്കുന്നു. ജില്ലാ സെക്രട്ടറി കള്ളനാണെന്ന് പറയുന്നു. തിരിച്ച് അവർ പറയുന്നു ഇവൻ കള്ളനാണെന്ന്. എന്തായാലും കള്ളന്മാർ എല്ലായിടത്തും കള്ളന്മാരായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മളൊരു പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ചാടുമ്പം അയാൾ മാലിന്യമാണ്, കള്ളനാണ്, കൊള്ളരുതാത്തവനാണ്. പക്ഷേ ആ കൊള്ളരുതാത്തവൻ ഇപ്പുറത്തേക്ക് വരുമ്പം നമ്പർ 1 തേച്ചുമിനിക്ക് തങ്കമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് വല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. നമ്മളും രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. രാഷ്ട്രീയം മാറാതെ ആരും ഇരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് നേരെ ഒരു പാർട്ടിയിലേക്ക് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ദിവസം കൊണ്ട് ഓന്ത് മാറുന്ന പോലെ മാറാൻ പറ്റും. ഞാനൊക്കെ CPM 85 CPM വിട്ടിട്ട് വളരെ കാലം ഒന്നും ആവാതെ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ചെയ്തത്. എൻ്റെ വളരെ കൊച്ചു
പ്രായം മുതൽ CPM വേണ്ടിയിട്ട് സകല ഗുണ്ടായുസവും കളിച്ച് നടന്ന് സമരത്തിൽ നിന്ന് ജയിലിൽ സ്റ്റേഷനിൽ പിടിച്ചു കൊണ്ടുപോയിട്ടത് ഒക്കെയുള്ള അനുഭവമുണ്ട്. അങ്ങനെ ഒരു 77 മുതൽ 85 വരെയും നമ്മൾ പോയിട്ടുണ്ട്. 85 ശേഷവും പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു 2000 കാലഘട്ടത്തിലൊക്കെയാണ് പൂർണ്ണമായിട്ടും പാർട്ടിയിൽ നിന്ന് നമുക്ക് മാനസികമായിട്ട് വിട്ടു മാറാൻ പറ്റിയത്. അങ്ങനെ മാറിയതിനു ശേഷം വീണ്ടും നമുക്ക് പ്രവർത്തിക്കാവുന്ന ഒരു ഇടം, നമുക്ക് മാനസികമായിട്ട് പരിപൂർണമായിട്ടും ഒരു ഇടം കിട്ടുമ്പോഴാണ് നമ്മൾ അവിടേക്ക് പോവുക. എനിക്കൊക്കെ ആം ആദ്മി വന്നപ്പോൾ നമ്മൾ വളരെ ഒരു വലിയ മൂവ്മെൻ്റായിട്ട് നമ്മൾ കരുതുകയും നമ്മളൊക്കെ ആഗ്രഹിച്ചു, അഴിമതിയില്ലാത്ത, യാതൊരു കള്ളത്തരമില്ലാത്ത ഒരു സോഷ്യൽ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ് ചാടി വീണ ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷേ അതൊക്കെ നിമിഷം കൊണ്ട് ഈ നിലവിലുള്ള രാഷ്ട്രീയത്തെക്കാളും മോശപ്പെട്ട അവസ്ഥയിലേക്ക് അത് മാറുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഔചിത്യമില്ല, ഒരു മര്യാദയില്ല. ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ, ജനങ്ങൾ എന്ത് കരുതുന്നോ, എങ്ങനെ ഒരു ധാരണയില്ല. ഇന്നലെ വരെ സഖാവിൻ്റെ അങ്ങേയറ്റത്തുന്ന ആൾ ഇന്ന് BJP ആവും, ഇന്ന് BJP ആയിരുന്ന നാളെ കോൺഗ്രസ്സുകാരനാവും. അങ്ങനെയുള്ള ഒരു അവസ്ഥ കണ്ടപ്പോൾ അപ്പം ഞാൻ ഈ പോസ്റ്റൊക്കെ ഇടുമ്പോഴത്തേക്കും BJP സുഹൃത്തുക്കൾക്ക് ഭയങ്കര വിഷമാണ്. അപ്പോൾ ഇന്നലെ വളരെ അപക്വമായിട്ടൊരു വാക്ക് പറഞ്ഞു. ഒരു പാർട്ടിയിൽ ഒരാളെ കിട്ടിയപ്പം നമ്മുടെ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞു, മാലിന്യം പോയി വേറെ വൈഡൂര്യം വന്നു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. സാധാരണഗതിയിൽ ഇപ്പുറത്തുള്ളവർ പറഞ്ഞു ഞങ്ങളുടെ അടുത്തുള്ളൊരു മാലിന്യമാണ് അങ്ങോട്ട് പോയത്. ഇപ്പോൾ BJPയിൽ നിന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറയുന്നു. അപ്പോൾ BJPക്കാർ പറഞ്ഞു അതൊരു മാലിന്യമാണ്, കോൺഗ്രസ്സുകാർ അത് വൈഡൂര്യമാണ്. സത്യത്തിൽ നമുക്ക് അപ്പോൾ ഞാനിന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, ഒരു ചിത്രം ഇട്ടത്, വേസ്റ്റ് ബക്കറ്റ് എല്ലാം ആർക്ക് വേണമെങ്കിൽ എങ്ങോട്ടും മാറാവുന്ന ഒരു പൊതു ഇതായിട്ടത്. ഉടനെ നമ്മുടെ BJP അനുയായികൾ വന്ന് താങ്കൾ പാർട്ടിയിൽ നിന്ന് പോയിട്ട് താങ്കൾ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്ന അങ്ങനെയാണ്. രാഷ്ട്രീയം പുറത്തുനിന്ന് നോക്കി കാണുമ്പം സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആരെക്കുറിച്ചും അഭിപ്രായം പറയാം. ഇതൊന്നും നല്ലതല്ല എന്നും പറയാം. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്നാൽ BJPയിൽ ഇതിനു മുമ്പ് ഇങ്ങനെ അല്ലാതെ നല്ല മനുഷ്യർ വന്നില്ലായിരുന്നു. ആ TP സുനിൽകുമാറിനെയൊക്കെ എന്തെങ്കിലും രീതിയിൽ ഈ പാർട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ സ്വാഗതം പറഞ്ഞ് ഓടി നടക്കുന്നുണ്ടല്ലോ. എത്ര ഉന്നത തലത്തിലുള്ള ആൾക്കാർ BJPയിലേക്ക് വന്നു. അവരെ BJP വേണ്ട വിധം ഉപയോഗിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യമൊക്കെ വിട്, വേറെ സിനിമാക്കാർ വന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്നവരെ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് അഭിമാനത്തോടു കൂടി കൊണ്ടുവരാൻ കഴിയാതെ CPM ചാടി വരുന്നവരെ സ്വീകരിക്കാനുള്ള ആ മഹാമനസ്കതയുണ്ടല്ലോ, അത് എന്താ അതിന് പറയുക, ഈ പാർട്ടിക്കകത്തുള്ള ഉപയോഗിക്കപ്പെടേണ്ടുന്ന ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളെ എവിടെയോ ഒതുക്കി വെച്ചിട്ടാണ് BJP CPM നിന്ന് ചാടാവുന്ന സുധാകരനെയും അതേപോലെ അവരുടെ ജില്ലാ പ്രസിഡന്റെയോ അല്ലെങ്കിൽ അവരുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഒക്കെ പുറകെ ഇങ്ങനെ ഓടുന്നത്. അത് കണ്ടപ്പോൾ കഷ്ടം തോന്നി. എപ്പോഴും ഒരു പാർട്ടിക്ക് അതിനകത്തേക്ക് വരുന്ന ഗുണങ്ങളെ, ഈ ഇത്ര വലിയ മാലിന്യമല്ലാത്ത വൈഡൂര്യങ്ങൾ കിട്ടിയിട്ട് ആ വൈഡൂര്യങ്ങളെ ഉപയോഗിക്കാതെ മറ്റു പാർട്ടികളിൽ നിന്ന് ചാടി വരുന്ന ആളുകളെ ഉന്നം വെച്ച് ഓടേണ്ടുന്ന ഒരവസ്ഥ, ആ അവസ്ഥയ്ക്ക് എന്ത് പറയും? ഞാൻ ഈ BJP നേതൃത്വത്തോട് ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ നല്ല മുതലുകളെ നിങ്ങൾ എന്തു ചെയ്തു?
എത്ര പേരുണ്ടായിരുന്നു, എത്രയോ പേര് വന്നു. IPS IAS ഒക്കെ കിട്ടിയ ആൾക്കാർ വന്നിട്ട് അവരെയൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാതെ അപ്പുറത്തുനിന്ന് അവിടെ എന്തെങ്കിലും കൊള്ളരായ്മ കാണിച്ച് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വശപ്പശ ഉണ്ടാക്കി അവിടെ നിന്ന് പുറത്താക്കും എന്ന് പറയുമ്പം അവിടെ നിന്ന് ചാടി വരുന്നവരെ ഇത്ര കണ്ട് സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ആരുമില്ലാത്ത പാർട്ടി ആയിപ്പോയോ ഈ കോൺഗ്രസും BJP ഒക്കെ? ഈ പിണങ്ങി വരുന്നവരെ, ആ പിണങ്ങി വരുന്ന ഒരു പാർട്ടിയിൽ നിന്ന് പിണങ്ങി വരുന്നവരെ പിറ്റേന്ന് പാർട്ടിയിലെ ഷാൾ കൊടുത്ത് ആനയിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഈ പാർട്ടിയുടെ കൂടെ ഇത്രയും കാലം കൊടിയും പിടിച്ച് അടിയും കൊണ്ട് തല്ലും കൊണ്ട് നടന്നവരൊക്കെ താഴെ കിടക്കുകയും ചെയ്യുക. അത് വല്ലാത്തൊരു കഷ്ടമാണ്. ഇങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക്, അതല്ലെങ്കിൽ അത്രമാത്രം വലിയ വ്യക്തിത്വങ്ങളാണെങ്കിൽ ശരിയാണ്. ഒരു വലിയ വ്യക്തിത്വങ്ങൾ വരുമ്പം അതിന് നമുക്ക് ന്യായീകരിക്കാം. അപ്പോൾ സുധാകരൻ വരികയാണെങ്കിലും ഒക്കെ നമുക്ക് ന്യായീകരിക്കാം. അതല്ലാതെ ഈ പടലപ്പടക്കത്തുനിന്ന് ചാടി വരുന്നവരെയൊക്കെ അവരുടെയൊക്കെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ കഷ്ടമെന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് ആ ലോക്കൽ സെക്രട്ടറി പറഞ്ഞു, എന്നെ BJP-ക്കാർ സമീപിച്ചു, എന്നെ കോൺഗ്രസ്സുകാർ സമീപിച്ചു. നാണക്കേട് തോന്നുന്നു കേട്ടോ. മലയാളത്തിലെ ജനങ്ങൾ മുഴുവൻ, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ നമുക്ക് ശരിയാണ്. ആ വ്യക്തിത്വത്തെ ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് പാർട്ടിക്ക് സഹായകരമായിരിക്കും എന്ന് ചിന്തിക്കുന്നതിൽ നമുക്കർത്ഥമുണ്ട്. അതല്ലാതെ ഇതിലെങ്ങനെ ന്യായീകരിക്കും നമ്മൾ? ഇത് BJP-ക്കും കോൺഗ്രസിനും എന്തുകൊണ്ടാണ് എങ്ങനെ ചലിക്കേണ്ടി വരുന്നത് എന്നും കൂടി ചിന്തിക്കണം. അവിടെ ഒരു ലഹള ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്നിട്ട് ലഹളയിൽ നിന്ന് ആരാണ് പുറത്താവുന്നത് അവരെ സ്വീകരിക്കാൻ വേണ്ടി രണ്ട് കൂട്ടരും ഓടിച്ചെല്ലുക എന്ന് പറയുമ്പം ഇത് ജനങ്ങൾ കാണുന്നില്ലേ? പത്മനാഭ മേനോൻ, നമസ്തേ നമസ്തേ. നമ്മൾ ഞാനിതിനെ ട്രോള് ചെയ്യുമ്പം നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര വിഷമാണ്. എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ ട്രോള്? ഞാൻ നിങ്ങളെ മാത്രമല്ല എല്ലാവരെയും ട്രോൾ ചെയ്യണം. ഇപ്പം ഞാൻ പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നു, ഗോവിന്ദനെ കുറ്റപ്പെടുത്തുന്നു, അതേപോലെ തന്നെ നമ്മുടെ സാക്ഷാൽ പപ്പുവിനെ കളിയാക്കുന്നു. നമ്മൾ ട്രോൾ ചെയ്യുമ്പോൾ എല്ലാവരും ട്രോൾ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് അത് BJP-ക്ക് പാടില്ല, അല്ലെങ്കിൽ BJP-യോട് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഞാൻ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ തമാശകൾ കണ്ടാൽ നമുക്ക് ആ ചിലപ്പോൾ തമാശകൾ നമ്മൾ അതിൽ കുറച്ച് തമാശ രൂപത്തിലൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യണ്ടേ? ഇങ്ങനെ റിയാക്ട് ചെയ്തില്ല എന്ത് കാര്യം? നമസ്തേ സുരേഷ് കുമാർ, എല്ലാവർക്കും നമസ്കാരം. നമസ്തേ രവികുമാർ. നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട്? രാഷ്ട്രീയത്തിലെ ഈ തമാശകൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നാളെ ഒരു പക്ഷേ പല പശ്ചിമ ബംഗാളിൽ സംഭവിച്ചതുപോലെ സകല CPM-കാരും BJP-യിലേക്ക് വരാം. നല്ല കാര്യം. അപ്പോൾ പിന്നെ നമ്മൾ ഈ BJP എന്നുള്ളതിപ്പം മാറ്റിയിട്ട് CJP എന്നൊക്കെ ആൾക്കാർ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർ മുഴുവനും BJP-യിൽ വന്നാൽ പിന്നെ CJP എന്ന്, കേരള CJP എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ പോകുമ്പോൾ കോൺഗ്രസ്സിലേക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അതിന് പേരിടുക എന്നറിയില്ല. ഇപ്പം നമ്മുടെ സന്ദീപ് വാര്യർ പോലെ സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ എന്ത് കോൺഗ്രസ് എന്ന് പേരിടുമോ? ഈ BJP പഴയ പൊട്ടും പൊടിയൊക്കെ അവിടെ കാണുമല്ലോ. ഇങ്ങനൊരു അവസ്ഥ, എന്തായാലും ഈ അവസ്ഥ വല്ലാത്ത. പക്ഷേ
സന്ദീപ് വാര്യരൊക്കെ പഠിച്ച് ഇന്ന് വയനാട്ടിലെ പ്രസംഗം കേട്ടപ്പോൾ ഭയങ്കര തമാശ തോന്നി. വർഷങ്ങളോളം വെള്ളം കോരിയിട്ട്, അതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ സന്ദീപ് വാര്യരൊക്കെ പോകുമ്പോൾ പിടിച്ചു നിർത്താൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാരെ സ്വാഗതം ചെയ്യുന്ന പോലെ ആ സന്ദീപ് വാര്യരെ ഇവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞൊന്ന് സ്വാഗതം ചെയ്താൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം കൂടെ നിൽക്കുന്നവരൊന്ന് കൂട്ടിപ്പിടിച്ചാൽ പോരായിരുന്നോ? അതിനു പോലെ അത് വേസ്റ്റ് പോട്ടെ, അടുത്ത വേസ്റ്റിന് നമുക്ക് വാരിയെടുക്കാം. സത്യത്തിൽ ആലോചിക്കുമ്പോൾ തമാശ തോന്നും നമുക്ക്. കേരള രാഷ്ട്രീയത്തിൻ്റെ പോക്ക് വല്ലാത്തൊരു പോക്കാണ്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നു, ഇത് ജനങ്ങൾ ബുദ്ധിയിലിട്ട് വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഇപ്പോൾ പലപ്പോഴും എന്നോട് നിങ്ങൾ മാറിയില്ല. ശരിയാണ്, ഞാൻ മാറിയിട്ടുള്ളത്. നമ്മൾ ഓരോ രാഷ്ട്രീയത്തിൽ മാറി വന്ന അത് ആശയപരമായിട്ടുള്ള മാറ്റമായിരിക്കണം. ഞാൻ BJPയിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഫൗണ്ടേഷനായിട്ടുള്ളൊരു തിയറി ഉണ്ടല്ലോ, ആ തിയറി കണ്ടിട്ടാണ് ഞാൻ വന്നത്. വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞൊരു തിയറി, അതേപോലെ ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്ന അതിൻ്റെ ആണിക്കല്ല്, അത് മനസ്സിലാക്കിയിട്ട് വന്ന ആളാണ് ഞാൻ. അതല്ലാതെ അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് ചാടി എന്നുള്ളതല്ല ശരിക്ക്. ആ പറയുന്ന ദാർശനിക മൂല്യം, അതിൻ്റെ അടിസ്ഥാനം, ആ അടിസ്ഥാനം മനസ്സിലാക്കി അതിലേക്ക് ചേരുമ്പോഴാണ് നമ്മളൊരു ഒരു ചേഞ്ചിങ് എന്ന് പറയുന്നത്. അങ്ങനെ ചേഞ്ച് വന്ന ആൾക്കാർ, അപ്പം കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാവുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്നാണ് EMS നമ്പൂതിരിപ്പാട്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പഠിക്കുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനാവുകയും ചെയ്തത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് നേരെ ഒരു അധികാരത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചാടിയ ആളല്ല. അദ്ദേഹം കമ്മ്യൂണിസം പഠിച്ചു, അതിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചു, അതിൻ്റെ മൂവ്മെൻറ്റ് പഠിച്ചു. അങ്ങനെ പലരും കമ്മ്യൂണിസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരുപാട് പേര് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പിന്തുടരുകയും സ്വാതന്ത്ര്യ സമരത്തിന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൂടെ സഞ്ചരിക്കാൻ, വിപ്ലവ ആശയങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഭഗത് സിംഗിനെ പോലുള്ള ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ആശയപരമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു പാർട്ടി. ഇത് ആശയപരമായിട്ടല്ല. ആശയപരമായിട്ട് ഒരു പാർട്ടിയിലേക്ക് വരണമെങ്കിൽ ആ പാർട്ടിയെ അറിയുകയും അതിൻ്റെ നന്മകൾ പതിയെ പതിയെ ബോധ്യപ്പെടുകയും അതിലേക്ക് വരികയും ചെയ്യണം. ഇപ്പുറത്ത് പിടങ്ങിയത് കൊണ്ട് അങ്ങോട്ട് ചാടി വന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ലോക സമസ്ത സുഖിനോ. നമസ്തേ. സത്യം ജയിക്കും. ശ്രേഷ്ഠ ഭാരതം എന്ന ദുഷ്ടശക്തികളും ഈ രാജ്യത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും തകരാതെ നിലനിൽക്കുന്നത് അഭിമാനിക്കും. അതുകൊണ്ടാണല്ലോ സനാതനധർമ്മം എന്ന് പറയുന്നത്. സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുത്തന്മാർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. മുഗളന്മാർ അവരുടെ ആനയെയും അവരുടെ വാളും ഒക്കെ ഉപയോഗിച്ചിട്ട് ചവിട്ടി അരയ്ക്കുകയും തലവെട്ടി കുന്തത്തിൽ കുത്തി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും തകരാതെ വന്നത് തന്നെയാണ് സനാതനധർമ്മം. അതുകൊണ്ടാണ് ഈ സനാതന എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ, അത് നാശമില്ലാത്തത് ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. അത് ഉറപ്പാണ്. അത് സനാതനമായിട്ട് തന്നെ നിലകൊള്ളുകയും ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നു BJP രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ഈ സനാതനധർമ്മത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കണം. അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം സംഘപരിവാർ ആണ് BJP. സംഘത്തിൻ്റെ ആശയങ്ങൾ എന്തോ അത് തന്നെയാണ് BJPയുടെ ആശയം. അതല്ല, അതിന് മാറ്റം വരുത്തിയിട്ടുണ്ടോ എനിക്കറിയില്ല. സനാതനധർമ്മത്തിൽ ഊന്നിക്കൊണ്ട്, ആ മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഈ BJP. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ വഖഫ് പ്രശ്നം ഉണ്ടാക്കിയത് BJPക്ക് വോട്ട് നേടാൻ വേണ്ടിയിട്ടല്ല. ഭാരതത്തിലെ ധർമ്മവ്യവസ്ഥയ്ക്ക് കോട്ടമുണ്ടാകുന്ന ഒന്നാണ് ഈ പറയുന്ന വഖഫ് ബോർഡ് എന്നുള്ളത് കൊണ്ടാണ് വഖഫ് ബോർഡിനെതിരെ BJP മുന്നോട്ട് വന്നത്. BJPയുടെ ഓഫീസ് നിൽക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ BJPയുടെ അണികളുടെ സ്ഥലമോ ഒന്നുമല്ല
വഖഫ് കൊണ്ടുപോയിട്ടുള്ളത്. വഖഫ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് മുസ്ലിങ്ങളുടെ തന്നെ. ഇപ്പോൾ യു പിയിലൊക്കെ ആണെങ്കിൽ മുസ്ലിങ്ങളുടെ ഭൂമിയാണ് വഖഫ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ കുറേ ക്ഷേത്രഭൂമിയും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള സത്യം തന്നെ. പക്ഷേ ഈ ക്ഷേത്രം സംരക്ഷിക്കുന്നോ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നോ അല്ല ബി ജെ പിയുടെ ഉദ്ദേശം. ബി ജെ പിയുടെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രത്തിൽ ഇതുപോലുള്ള ഒരു എന്താണ് പറയുക, വാരിപ്പിടിക്കൽ, മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് സർവവും പിടിച്ചടക്കുന്ന ധർമ്മവിരോധമായിട്ടൊരു കാര്യമായതുകൊണ്ടാണ് ഈ വഖഫ് നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് ബി ജെ പി നിശ്ചയിക്കുന്നത്. അല്ലെങ്കിൽ ബി ജെ പിക്ക് ഈ കോൺഗ്രസ്സുകാരെ പോലെയും കമ്മ്യൂണിസ്റ്റുകാരെ പോലെയും മുസ്ലിങ്ങളെ ഒന്ന് തലോടി കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തിനാണ് ഒരാവശ്യമില്ലാതെ മുത്തലാഖിന് എതിരായിട്ട് ബി ജെ പി തീരുമാനമെടുത്തത്? മുസ്ലിങ്ങളെ വിരോധം വാങ്ങി വെക്കുന്ന കാര്യമല്ലേ, മുസ്ലിങ്ങളെ വോട്ട് നഷ്ടപ്പെടുന്ന കാര്യമല്ലേ. എന്നാൽ പിന്നെ ബി ജെ പിക്ക് മുത്തലാഖ് അങ്ങ് വിട്ടുകൊടുത്താൽ പോരായിരുന്നു? അല്ല, ആ മുത്തലാഖിൻ്റെ വിഷയത്തിൽ ഇടപെടുകയും ആ മുത്തലാഖ് നിരോധിക്കുകയും ചെയ്ത കാരണം എന്താണ്? അത് ഭാരതത്തിൻ്റെ വ്യവസ്ഥകൾക്ക് എതിരാണ്, ഇവിടെയുള്ള കുടുംബ വ്യവസ്ഥയ്ക്ക് എതിരാണ്. മറ്റത് ഇസ്ലാമിക കുടുംബ വ്യവസ്ഥയാണ് മുത്തലാഖ്. ഭാരതത്തിലെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അവിടെ ധർമ്മവ്യവസ്ഥയ്ക്ക് സ്ത്രീക്കും പുരുഷനും തത്തുല്യമായിട്ടുള്ള അവകാശമാണ്. ആ അർത്ഥത്തിൽ തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ മുത്തലാഖ് വിഷയത്തിൽ ബി ജെ പി ഇടപെടുന്നത്. അതേപോലെ തന്നെ ഈ ഇപ്പോഴത്തെ വഖഫ് നിയമത്തിൽ ബി ജെ പിക്ക് നഷ്ടമാണ് ഉണ്ടാവുന്നത് അല്ലേ? ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ കുറേ ആൾക്കാരുടെ വിരോധം വാങ്ങിച്ചു വെക്കും. അപ്പം ബി ജെ പിക്ക് എന്നാൽ പിന്നെ ചെയ്താൽ പോരെ, ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്ന പോലെ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് തടവി കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ ബി ജെ പിക്ക് എന്തിനാ, ബി ജെ പിക്ക് തലയ്ക്കകത്ത് വേറെ വല്ല പ്രശ്നമുണ്ടോ ഈ വഖഫിനെതിരെയൊക്കെ എങ്ങനെ നീങ്ങാൻ? അപ്പോൾ അതല്ല കാര്യം. നമ്മുടെ വ്യവസ്ഥയ്ക്ക് എതിരായി നിൽക്കുന്നത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. നമ്മൾ അപ്പോൾ ഇപ്പോഴത്തെ ബി ജെ പി, കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിൽ ഇത്തരം മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പലപ്പോഴും ബി ജെ പിയുടെ അടിത്തട്ടിൽ നിന്നിട്ട് സംഘപ്രവർത്തനത്തിലൂടെ വന്ന പല നേതാക്കളെയും ഒതുക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ എപ്പോഴും പറയുന്ന ഒരാളാണ് നസീർ ആലുവയിലെ വലിയൊരു കുടുംബത്തിലെ തറവാട്ടിലെ അംഗമായി നിന്നുകൊണ്ട് സംഘത്തിലൂടെ വളർന്നു വന്ന് ബി ജെ പിയുടെ നേതാവായി കളഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹവും പോയി, സന്ദീപ് വാര്യർ പോട്ടെ, അത് പിന്നെ പോകാനുള്ളതാണ്, പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ പറയാം, നേരത്തെ വന്നത് ഇപ്പോഴും മുന്നിൽ കൊണ്ടുപോയി നിർത്തേണ്ട പലരും പിന്നിക്കിടപ്പുണ്ടല്ലോ. അവരെ എന്തുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരിൽ പിടിച്ചുകൊണ്ടുവരാൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ പിടിച്ചുകൊണ്ടുവരാൻ പറ്റുന്ന ഊർജത്തിൻ്റെ 100% ഊർജം ചിലവാക്കിയാൽ ബി ജെ പിയിൽ നിന്ന് ഒതുങ്ങി നിൽക്കുന്ന നല്ല മനസ്സുകളെ, നല്ല നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അതിന് ശ്രമിക്കാത്തത് എന്താണ്? സുരേന്ദ്രൻ അതിനെന്താണ് ശ്രമിക്കാത്തത്? ടി പി സെൻകുമാർ സാറിനൊക്കെ ഞാനൊക്കെ വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ആളുകളാണ്. ഞാൻ അദ്ദേഹമായിട്ട് 2016 ഇലക്ഷനിൽ ഞങ്ങൾ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഒരുമിച്ച് പോയിട്ടുണ്ട്, പല സ്ഥലത്തും ഒരുമിച്ച് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്രോജക്റ്റ് റിപ്പോർട്ട് എനിക്ക് കാണിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച്. അങ്ങനെയുള്ള ആ മനുഷ്യനൊക്കെ ഇന്ന് എവിടെയാ? ഇപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വന്ന സംവിധായകൻ മേജർ രവി, അതിന് മുന്നേ കുറേ സിനിമക്കാർ വന്നിരുന്നു, അവരെ കിട്ടുപോയി, ആരെയും പിടിച്ചു നിർത്താൻ പറ്റിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇപ്പം സി പി എമ്മിന് പുക്കാസ എന്ന് പറയുന്ന കലാകാരന്മാരുടെ വലിയൊരു
സംഘടനയുണ്ട്, പുരോഗമന കലാസാഹിത്യവേദി. അവർ ഈ കലാകാരന്മാരെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ പാർട്ടി വളർത്താൻ വേണ്ടിയിട്ട്. ബി ജെ പിയിലെ കലാകാരന്മാർക്കൊക്കെ എന്താ പണി? നിങ്ങൾ ബി ജെ പിയിലെ കലാകാരന്മാരുടെ അവസ്ഥ ആലോചിച്ചു. ബി ജെ പിയിലേക്ക് വന്ന കലാകാരന്മാർ, സിനിമാക്കാർക്ക് അവർക്ക് ആ രംഗത്തോ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന രംഗത്തോ അവരെ എങ്ങനെ യൂസ് ചെയ്യണോ എന്നോ ബി ജെ പിയുടെ നേതൃത്വത്തിന് അറിയാതെ പോയി. ഇപ്പോൾ ഇലക്ഷനുള്ള എന്താ പറയുക, ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ചെറിയ പ്രോജക്റ്റുകൾ, പ്രോഗ്രാമുകൾ പോലും ഈ പറയുന്ന കലാകാരന്മാരെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല, അവരുപയോഗിച്ചിട്ടില്ല. രാജശേഖരനൊക്കെ സിനിമാക്കാരനായിരുന്നില്ലേ? നല്ല കൊമേഴ്സ്യൽ സിനിമക്കാരനായിരുന്നില്ലേ? എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? രാജശേഖരൻ പോയില്ലേ? ഇന്ന് കേരളത്തിലെ കലാകാരന്മാരിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കലാകാരമുള്ള സ്ഥലമാണ് കേരളം, ക്ഷേത്രകലകളുടെ നാട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കലാമണ്ഡലത്തിൽ നടക്കുന്ന സംഗതികൾ ഇന്നലെ മുതൽ നമ്മൾ വാക്കുക, ഒരു ബി ജെ പിക്കാരൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നു. കലാമണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ക്ഷേത്രകലകളുടെ പോഷണത്തിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അവിടെ പഠിപ്പിക്കുന്നത് സിനിമാറ്റിക് ഡാൻസ് അല്ല, അത് മനസ്സിലാക്കണം. നമ്മുടെ ഈ പറയുന്ന സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സംഗതികളാണ് ക്ഷേത്രകലകൾ. ആ ക്ഷേത്രകലകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഈ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുപോയിട്ട് ഒരു വസ്തുവിനും കൊള്ളാത്ത ഒരു സംഗതിയാക്കി മാറ്റിയപ്പോൾ ഒരാൾ പോലും, ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുകയാണ്, ഒരാൾ റിയാക്ട് ചെയ്യാൻ, ആ സ്ഥാപനത്തിനെ സംരക്ഷിക്കാൻ ആരുമില്ല ഇവിടെ ബി ജെ പിയിൽ. സങ്കടം തോന്നുകയാണ്. കാലടിയിലെ കോളേജും അതുപോലെ തന്നെയാണ്. ശങ്കരാചാര്യരുടെ പേരാണ്, പക്ഷെ അവിടെ നടക്കുന്ന തോന്നിവാസങ്ങൾ ദൈവം പോലും സഹിക്കില്ല. ഒന്നുകിൽ ആ ശങ്കരാചാര്യരുടെ പേരെടുത്ത് മാറ്റണം, എന്നിട്ട് ചുവന്ന കോട്ടാന്ന് എഴുതിയിട്ട് അവിടെ അത് നടത്തണം. ശങ്കരാചാര്യരുടെ പേരും കഷ്ടമാണ്. അങ്ങനെ കേരളത്തിലെ സാംസ്കാരിക പാരമ്പര്യങ്ങളൊക്കെ കെട്ടുകാഴ്ചകളായി CPM മാറ്റിയപ്പോഴും അവിടെയൊക്കെ ഞാൻ ബി ജെ പിയിൽ വന്നപ്പോൾ ആദ്യം സംസാരിച്ചത് ലക്ഷക്കണക്കിന് വരുന്ന ക്ഷേത്ര കലാകാരന്മാരെ ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. ഒരു കുട്ടി പോലും ചെവി കൊടുത്തില്ല. ഒരു കലാകാരന് എന്ന നിലയ്ക്ക് എനിക്കതാണ് പറയുന്നത്. അങ്ങ് നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കലകളുടെ ഒരു ഇതെടുത്തു നോക്കൂ. ക്ഷേത്രവാദ്യങ്ങൾ, തെയ്യം, തിറ, കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം എന്ന് തുടങ്ങി ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കലകളാണ് ഇന്ന് കേരളത്തിൽ 99%. അല്ലാത്ത കലകൾ, ഒരു ഒപ്പനയുണ്ട് നമുക്ക്, ഒരു മാർഗം കളിയുണ്ട് നമുക്ക്, ഒരു ചവിട്ട് നാടകമുണ്ട് നമുക്ക്. ഇപ്പം സംഗതികളില്ലാത്തതുകൊണ്ട് ഖുർആൻ പാരായണവും കലയാക്കി മാറ്റിയിട്ടുണ്ട്. അതിലും മനസ്സിൽ ഖുർആൻ പാരായണം ഇപ്പം സ്കൂളിലെ മത്സര വിഷയമാണല്ലോ. എന്നാൽ അവിടെ ഗീതാപാരായണം ഇല്ല. ഇതൊക്കെ ചോദിക്കാൻ ആരും ഇല്ല എന്നാ. ഖുർആൻ പാരായണം ഇല്ല, മത്സരമാണ്, ഗീതാപാരായണം ഇല്ല. അതാണ് നമ്മുടെ കേരളം. ഇവിടുത്തെ ക്ഷേത്രകലകൾ നശിച്ചുപോയി. ഇവിടുത്തെ ഈ പറയുന്ന ഏറ്റവും വലിയ സ്ഥാപനമായിരുന്ന അത് നശിച്ചു, എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടൂറിസ്റ്റുകൾ വരുമ്പം തെയ്യം കെട്ടി 4 ആളെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുക, തോന്നിവാസം. ദൈവികമായിട്ടുള്ള ആർട്ടാണ് തെയ്യങ്ങൾ. ദൈവം തന്നെയാണ് തെയ്യമായിട്ട് മാറുന്നത്. മനുഷ്യൻ ദൈവമായിട്ട് മാറി ആടുന്നതാണ് ഈ തെയ്യം. നമ്മുടെ പാരമ്പര്യത്തിലെ നമ്മുടെ രാമായണവും മഹാഭാരതവും ഒക്കെ
കെട്ടിയാടിയതാണ് ഈ കലകളൊക്കെ. കഥകളി നമ്മുടെ പാരമ്പര്യത്തെ സമൂഹത്തിലേക്ക്, ക്ഷേത്രത്തിലൂടെ സമൂഹത്തിലേക്ക് പകർന്നാടിയതാണ് കഥകളി. ഇതിനൊക്കെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു സ്ഥാപനം ഉണ്ടായത്. അതും ഏകദേശം പൂട്ടിക്കിട്ടിയ അവസ്ഥയിലാണ്. ഒരു വശത്ത് ഇപ്പം ഇന്ന് ഗുരുവായൂരിലെ കഥ കേട്ടു. ഒരു മഹാക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവിടെ മുസ്ലിം പള്ളി ഉയർന്നിരിക്കുന്നു. ആരും ചോദിക്കാനില്ല, ഒരാളും ചോദിക്കാനില്ല. അവിടെ ഏതോ ഒരു വ്യക്തി കോടതിയിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യുന്നു. കഷ്ടമാണ്. ഇങ്ങനെ പോയാൽ എങ്ങനെ പോകും? എനിക്കറിഞ്ഞുകൂടെ എങ്ങോട്ടാണ് ഈ പോക്കുന്നത്. ഏതായാലും ഒരു വശത്ത് സ്നേഹത്തിൻ്റെ കട തുറക്കുമ്പോൾ മറുവശത്ത് താമരയുടെ കടയും തുറന്ന് CPM-നുണ്ടാകുന്ന അന്തഃഛിദ്രങ്ങളിൽ നിന്ന് വേറിട്ട് വരുന്നവരെ മാടി വിളിക്കുമ്പോൾ BJP ആലോചിക്കണം. തങ്ങളിലേക്ക് മോദിയുടെ ഇഫക്റ്റിലൂടെ വന്ന ആ മഹാരഥന്മാരെ ഒന്ന് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനും അവരുടെ കഴിവുകൾ സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനും കഴിയാതെ ഈ കുട്ടി സഹാക്കന്മാരുടെ നേരെ പൂച്ചെണ്ടുമായി പോകുമ്പോൾ അത് വേദന ഉണ്ടാക്കുന്നുണ്ട്. തങ്ങളിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് വന്ന വ്യക്തിത്വങ്ങളെ ആദരിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പകരം അവരെവിടെയാണെന്ന് സമൂഹം തപ്പി നോക്കുന്ന അവസ്ഥയിലുള്ളപ്പോൾ ഇത്തരം ഗിമ്മിക്കുകൾ കാണിക്കുമ്പോൾ സുരേന്ദ്രൻ ജി സങ്കടം തോന്നുന്നുണ്ട്. BJP ഒരു കേവല രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടല്ല, അതിന് ചില ബന്ധങ്ങളുണ്ട്. അതാണല്ലോ നമ്മൾ പറയുന്നത് സംഘപരിവാർ. ആ സംഘപരിവാറിൻ്റെ ചില സ്വഭാവങ്ങൾ, സംഘത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, ആ അടിസ്ഥാന പ്രമാണങ്ങൾ ഉൾക്കൊണ്ട് വേണം പോകാൻ. ഞാനൊക്കെ അന്തസ്സായിട്ട് മാറിയതാണ്. മാറി നിന്നിട്ട് ഞാനെങ്ങോട്ടും പോയിട്ടില്ല. അങ്ങനെ ഇനി ഏറ്റവും വലിയ രസകരമായ സംഗതികൾ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഉപദ്രവിക്കുന്ന ഉപദ്രവമുണ്ടല്ലോ, അതിഭീകരമാണ്. എങ്ങോട്ടും പോകാതെ ആ ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന കുത്തൽ, ആ കുത്തലിൻ്റെ ചെറിയ ചുരുക്കൊക്കെയാണ് ഞാൻ തിരിച്ച് കുത്തുന്നത്. അത് നാളെ ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വിഷമം തോന്നിയൊരു അനുഭവമുണ്ട്. അത് ഇന്ന് പറഞ്ഞാൽ തീരില്ല, നാളത്തേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ആ അനുഭവം നാളെ ഞാൻ പറയാം. അതായത് രാഷ്ട്രീയം വിട്ട് വന്നിട്ട് എവിടെയും ആരോടും ഒന്നും പറയാതെ സാമാന്യ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ലാഭേച്ഛ കൂടാതെ കുറേ കുടുംബങ്ങളെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. വലിയ അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അത് എൻ്റെ സുഹൃത്ത് വലയങ്ങൾ, ഈ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് അത് മുഴുവൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ വ്യക്തിപരമായൊരു അക്കൗണ്ട് തുറക്കാതെ അത്തരം ആവശ്യക്കാർക്ക് സമയത്തിനെത്തിക്കാനും ശ്രീ സുരേഷ് ഗോപിയെ വിവരമറിയിച്ച് അദ്ദേഹത്തിൻ്റെ സഹായം എത്തിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന BJP-യിലെ ആൾക്കാർ എന്നെ പള്ളി വിളിച്ചുകൊണ്ടിരുന്നപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഞാനൊന്ന് ചോദിക്കേണ്ട താമസം പല കുടുംബങ്ങൾക്കും വേണ്ടിയിട്ട് സുരേഷ് ഗോപി സഹായിച്ചിട്ടുണ്ട്. അവിടെയാണ് സുരേഷ് ഗോപി വേറിട്ട് നിൽക്കുന്നത്. അദ്ദേഹം കേവലം രാഷ്ട്രീയക്കാരനല്ല,
പച്ചയായ മനുഷ്യനായിട്ട്. ഇത് ഞാൻ അദ്ദേഹത്തോട് തൃശ്ശൂരിൽ താങ്കൾ മത്സരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി എന്നെ കോയാന്ന് വിളിച്ച് കളിയാക്കി. അയ്യോ, BJPയിലെ മുഴുവൻ പരിവാരങ്ങളും എന്നെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. പക്ഷേ സുരേഷ് ഗോപിക്ക് മാത്രം എന്നോട് ഒരു വൈരാഗ്യം ഉണ്ടല്ല. പിറ്റേന്ന് തന്നെ വിളിച്ചു, ഞാനിത് പറഞ്ഞതിന് ശേഷം. അപ്പോൾ എന്നോട് പറഞ്ഞു, രാമസിംഹനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. എനിക്ക് അങ്ങയോട് ഒരു വിരോധമില്ല. അദ്ദേഹം എന്നെ അലിയെന്നാണ് വിളിക്കട്ടോ. അലിയോട് എനിക്കൊരു വിരോധമില്ല. അലി അത് ആത്മാർത്ഥം കൊണ്ട് പറഞ്ഞതാണ് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും സഹായം വേണം എന്ന് ഞാൻ ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഈ അടി നടക്കുമ്പം ഈ പറയുന്ന ആ തൃശ്ശൂരിലെ ഒരു മറ്റേ ഇതുണ്ടല്ലോ, എന്നോട് ഒരു ഹിന്ദു ആയ എന്നെ കോയാന്ന് വിളിച്ച ഒരു തെണ്ടി ഉണ്ടല്ലോ തൃശ്ശൂരിലെ, ആ തെണ്ടിയോട് അപ്പം തന്നെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെയൊക്കെ അങ്ങനെ തെണ്ടിന്ന് വിളിക്കണ്ടേ. കാരണം ഒരു സനാതന ധർമ്മത്തിലേക്ക് തന്നെ ഞാൻ അവരുടെ എന്തെങ്കിലും ഓശാരത്തിന് വേണ്ടി വന്നെന്നുള്ള ആളല്ല. ധർമ്മം പഠിച്ച് സനാതന ധർമ്മത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെ കോയാന്ന് വിളിച്ച, സത്യത്തിൽ അങ്ങനെ വിളിച്ച ഒരുത്തനെ ആ പദവിയിൽ ഇരുത്തിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതിനോട് ചോദിക്കാൻ ഒരു സംഘവും പോയിട്ടില്ല എന്നുള്ള, അവനോട് ഒരു വിശദീകരണം ചോദിക്കാനോ അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനോ സംഘത്തിൻ്റെ ആരും പോയിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകം. അപ്പോൾ ഈ ധർമ്മത്തിനെയല്ല അവർ സ്നേഹിക്കുന്നത്, മഴ, സത്യം, ആ ദുഃഖം എനിക്കുണ്ടായിട്ടുണ്ട്. അവനേത് കൊമ്പത്തെ പ്രസിഡന്റ് ആയാലും ശരി, ഈ വ്യവസ്ഥയിൽ, ഒരു ധർമ്മ വ്യവസ്ഥയിൽ ചില കാര്യങ്ങളുണ്ട്, ആ മര്യാദ പാലിക്കാതെ. പക്ഷേ അതേ സമയത്താണ് സുരേഷ് ഗോപി എന്നെ വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ പറയുന്നതും സുരേഷ് ഗോപിക്ക് എങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യാവുന്ന സഹായങ്ങൾ മുഴുവൻ ഞാൻ അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, ആരെയൊക്കെ കാണണം എന്ന് പോലും ഞാൻ യഥാസമയം, ഇതൊന്നും വിളിച്ച് പറയേണ്ട, പക്ഷേ ഇപ്പോൾ വിളിച്ച് പറയേണ്ട ഒരവസ്ഥയുള്ളത് കൊണ്ടാണ്. കാരണം ഇപ്പോഴും എന്നെ കുറേ ലവന്മാർ, ഒട്ടുസ്രാവുകൾ വന്നിട്ട് സുരേഷ് ഗോപി മത്സരിക്കരുതെന്ന് പറഞ്ഞ ആളല്ലേ, പറഞ്ഞതാണ്. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ലാത്തതുകൊണ്ട് പറഞ്ഞാണ്. അവിടെ ജയിച്ചത് സുരേഷ് ഗോപി തന്നെയാണ്. സുരേഷ് ഗോപി എങ്ങനെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ സുരേഷ് ഗോപി എവിടെ നിന്ന് വോട്ട് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. അത് എനിക്കറിയാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതിനപ്പുറം നമുക്ക് മറ്റ് ഈ രാജ്യം ഇങ്ങനെ മോദി ഭരിച്ചതുപോലെ ഒരു 10 കൊല്ലം മുന്നോട്ട് പോയാൽ, ഇനിയും ഒരു 10 കൊല്ലം മുന്നോട്ട് പോയാൽ ഭാരതം ലോകത്തിൻ്റെ നെറുകയിലെത്തും. എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും ഭയം, അത് സംഭവിക്കാതെ പോയാൽ ഈ പറയുന്ന രാജ്യത്തിന് വിഭജിക്കാൻ നടക്കുന്ന കോൺഗ്രസ് വീണ്ടും ഈ രാജ്യത്തിൻ്റെ അധികാരത്തിൽ വന്നാൽ സംഭവിക്കാവുന്ന ദുരന്തങ്ങളാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. അത് മനസ്സിലാക്കണം. അങ്ങനെ ദുരന്തം വരാതിരിക്കാൻ കേരളത്തിനും മാറ്റമുണ്ടാവണം. ഇപ്പോൾ എന്തുകൊണ്ടാണ് വഖഫ് ബില്ലിൽ ഒരു വോട്ടെടുപ്പ് നടക്കാത്തത്? ആന്ധ്ര മാറി നിൽക്കും. പാസ്സാക്കാനുള്ള കരുത്ത് കൂട്ടുമുന്നണി സഹായിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പം കേരളത്തിൽ നിന്ന് ഒരു 5 സീറ്റ് പാർലമെന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് അത് വലിയ കാര്യമാകും. നമ്മൾ അതുകൊണ്ടാണ് ഇത് നശിച്ചു പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്.
നന്നായി വരട്ടെ. നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വരുന്നവരൊക്കെ സ്വീകരിച്ച് വേണമെങ്കിൽ 4 ആനയും പറയുന്ന വീശി കൊടുക്കാനും വിശറികളും കുറച്ച് പൂക്കൾ വിതറാൻ കുറച്ച് കന്യകന്മാരൊക്കെ വെച്ചിട്ട് ആ രീതിയിൽ പാർട്ടി വളരുകയാണെങ്കിൽ കഷ്ടമെന്നേ പറയാൻ പറ്റുള്ളൂ. അതേസമയം ഇവരറിയുന്നില്ല താഴെ നിന്ന് ഒഴിച്ചു പോകുന്ന സാധാരണ പ്രവർത്തകരുടെ എണ്ണം മുതലാളിമാർക്ക് അല്ലെങ്കിൽ ഏമാമാർക്ക് എന്തും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പ്രജകൾക്ക് ചെയ്യാൻ പറ്റും. കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ആരും അറിയില്ല, കടുക് ചോരുന്നത് അറിയില്ല എന്ന് പറയും. കടുക് ചോരുന്നത് അറിയാത്ത ഒരു അവസ്ഥയുണ്ട്. അണികളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അണികൾ ഒഴിഞ്ഞു പോകും. അവരങ്ങനെ ഒട്ടി നിൽക്കുകയൊന്നുമില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ദയവായിട്ട് ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറയാണ്, ഞാൻ BJP-ക്കാരൻ എന്ന് ഞാൻ ഈ പറയുന്ന കേന്ദ്ര സർക്കാരും മോദിയും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നടക്കുന്ന BJP-യുടെ പ്രവർത്തനങ്ങളിലും സന്തുഷ്ടനാണ്, തൃപ്തനാണ്. ഞാൻ അവരോടൊപ്പമാണ്. കേരളത്തിലെ നിലപാടുകൾക്ക് എതിരാണ്. കേരളത്തിൽ ഇങ്ങനെയല്ല പോകേണ്ടുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് തക്കതായിട്ടുള്ള ചോദ്യവും ഉത്തരവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ചുമതലയും വിട്ട് മാറി സ്വതന്ത്രനായി നിൽക്കുന്നത്. കേൾക്കാൻ പറ്റുന്നവർ കേട്ടാൽ മതി. മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ മാറ്റമുണ്ടാക്കണം, എങ്കിൽ കൂടെ ആളുണ്ടാവും. ഇല്ലെങ്കിൽ താഴെന്ന് ഈ ഒലിച്ചു അവർക്ക് പേരില്ല, ഒരു ഡെസിഗ്നേഷൻ ഇല്ല, ഒന്നുമില്ലാത്ത ആൾക്കാരാണ് ഏറ്റവും താഴെ. അത് ഒലിച്ചു പോകുന്നത് ആരും അറിയില്ല. അത് വോട്ടെടുപ്പ് കഴിയുമ്പം അയ്യോ എങ്ങനെ തോറ്റു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ പറയുന്നതാണ് ഉത്തരം. താഴേന്നേ കാലിൻ്റെ അടിയിൽ നിന്ന് പോകുന്ന മണ്ണുണ്ടല്ലോ, മൺതരികൾ, നമ്മൾ ഒരു വിലയും കൊടുക്കാത്ത, ഒരു ശ്രദ്ധയും കൊടുക്കാത്ത ഒരു സമൂഹം ഉണ്ടല്ലോ, അടിസ്ഥാന വർഗം. ഓരോ പാർട്ടിയുടെയും ശക്തി ആ വേരിനാണ്. അവിടെ നിൽക്കുന്ന സാധാരണ പേരില്ലാത്ത, സ്ഥാനമില്ലാത്ത, എന്താ ഉറുമ്പുകളെപ്പോലുള്ള ചെറിയ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരാണ് ഈ മുഴുവൻ പ്രസ്ഥാനത്തിനെയും താങ്ങി നിർത്തുന്നതുള്ള ഒരു ബോധം വേണം. ആ മനുഷ്യർ പതുക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓടി വരുന്നുണ്ട്, സാറേ മടുത്തു, പോവുകയാണ് ഞങ്ങൾ, എന്തിനാണിത് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന ആ ഉറുമ്പ് പോലത്തെ മനുഷ്യരുണ്ട്, ചെറിയ മനുഷ്യർ. ആ മനുഷ്യർ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രസ്ഥാനം ഉണ്ടാവില്ല. മേലുള്ള കൊടികളും ഓഫീസുകളും കാര്യങ്ങളും ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം സംഭവിക്കുന്നത് അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് BJP-ക്കും സംഭവിക്കും. മറ്റിടത്ത് അതങ്ങനെ നിൽക്കും. UDF-നെ മുസ്ലിം ലീഗ്, SDPI ഇങ്ങനെയുള്ള സകല കൂട്ടുകെട്ടും കൂട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ അതൊരു വർഗീയ അടിസ്ഥാനത്തിലുള്ള മുന്നണിയാണ്. അവരിൽ നിന്ന് ആരും ചാടിപ്പോവില്ല, അങ്ങോട്ട് ആൾ കയറിയുള്ളൂ. അങ്ങോട്ട് ഇപ്പോൾ നമ്മുടെ വാജിയിലൊക്കെ പോയ പോലെ ഒരുപാട് ആൾക്കാർ പോകും. കാരണം അവർക്ക് ശക്തിയുണ്ട്. വർഗബോധമുള്ള, മതബോധമുള്ള സംഘടനയാണ് അത്. UDF എന്ന് പറഞ്ഞാൽ വർഗീയ പാർട്ടികളുടെ ഒരു കൂടാരമാണ്. അവിടെ നിന്ന് ആരും അങ്ങനെ പോയി. കാരണം അവിടെ നിൽക്കുന്നത് ഈ പറയുന്ന പച്ച പടയുണ്ട് അവരുടെ കൂടെ. ആ പച്ചപ്പടയിൽ നിന്ന് അങ്ങനെ ആരും പോവില്ല. പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെയല്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അവരെവിടേക്ക് പോകുന്നു അറിയില്ല, അവർ ഏത് മുന്നണിയാണ്. കാരണം അവർ ഈ പറയുന്ന താമരയ്ക്ക് വോട്ട് കുത്ത് ശീലിച്ച ആൾക്കാരാണ്. പിന്നെ ഇപ്പം എന്തിനാ ഇപ്പം താമരയ്ക്ക് കുത്തുന്നത്? അപ്പുറത്ത് കുത്തിയാലെന്താ, ഇപ്പുറത്ത് കുത്തിയാലെന്താ? അപ്പുറത്തുള്ളവരിൽ ഇങ്ങോട്ട് വന്ന്, ഇപ്പുറത്തുള്ളവർ അങ്ങോട്ട് പോകുന്നു. പോയാൽ എന്തിപ്പം
എന്നുള്ളൊരു തോന്നലുണ്ടാവും. ആ തോന്നലുണ്ടെങ്കിൽ അവർ പോകും. ആ പോക്ക് ആരും അറിയില്ല, ഒരു നേതൃത്വം അറിയില്ല. കടുക് പോകുന്നത് ആരും, കടുക് ചോരുന്നത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കടുക് പോകുന്ന ആരും. ആ കടുകാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ ശക്തി. അതേപോലെ തന്നെയാണ് വളരെ ഇന്നസെൻ്റായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർ CPM ആയിരിക്കില്ല, കോൺഗ്രസ് ആയിരിക്കില്ല, ഒന്നിലും പെടാത്തൊരു സമൂഹമുണ്ട്. ആ സമൂഹം നേരും നെറിയും നോക്കിയിട്ടേ വോട്ട് ചെയ്യുള്ളൂ. വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ചില പ്രത്യേകതകളുള്ള സ്ഥാനാർത്ഥികൾക്കും അപ്പുറത്തെ രാഷ്ട്രീയ നിലപാടിനും നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക. അതും നഷ്ടപ്പെട്ടു പോകും. ഞാൻ ഇത്രയൊക്കെ പറയുന്നത് ഈ ഫേസ്ബുക്കിൽ വരുന്ന കുത്തല് അതിന് മറുപടിയായിട്ടാണ് ഇന്ന് പറഞ്ഞത്. എനിക്കിപ്പം പറയേണ്ടുന്ന കാര്യമില്ല, പക്ഷെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എല്ലാവരോടും ഒരു സന്തോഷം. പ്രസാദ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മളൊക്കെ അങ്ങനെ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളാണ്. അസതോമാ സത്കമയ തമസോമാ ജ്യോതിർഗമയ മർത്യോമാ അമൃതംഗമയ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എന്നും യോഗ ചെയ്യുമ്പോൾ നമ്മളിപ്പം എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ ധർമ്മത്തിന് വേണ്ടി ഇങ്ങനെ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചലിക്കാൻ കഴിയട്ടെ. ഞാനിങ്ങനെ തന്നെയാണ്. എന്നെ തല്ലണ്ട മാവ. എനിക്കിങ്ങനെ പറയും, നേരോടെ നിർഭയം നിരന്തരം. ഏഷ്യാനെറ്റിൻ്റെ അതല്ല, എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. മരിക്കൽ എന്നാലും മരിക്കും. ആര് തല്ലിക്കൊന്നാലും ചാവും. ഇനി തല്ലിക്കൊന്നില്ലെങ്കിലും ചാവും. അപ്പോൾ മരണം 62 വയസ്സായില്ലേ. ഇനിയിപ്പം അങ്ങനെ ഒരുപാട് കാലം ജീവിച്ചിട്ട് കഴുതിയായിട്ട് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവസാന ശ്വാസം വരെ നരിയായിട്ട് തന്നെ പോകണം. പറയാനുള്ളത് പറഞ്ഞു പോകണം. എടാന്ന് വിളിച്ചാൽ പോടാന്ന് വിളിക്കണം. എടാന്ന് വിളിച്ചാൽ മിണ്ടാതിരിക്കുന്നതല്ല. അങ്ങനെ മിണ്ടാതിരുന്ന് അത് ചില ആൾക്കാർ മിണ്ടാതിരിക്കണം. സന്യാസ സമൂഹവും ആത്മീയ ഗുരുക്കന്മാരും എടാന്ന് വിളിച്ചാൽ ചിരിച്ചുകൊണ്ട് പോകണം. പക്ഷെ നമ്മളൊക്കെ അങ്ങനെയല്ല. നമ്മൾ ഇത്തിരി ക്ഷത്രിയ സ്വഭാവം വേണം. എടാന്ന് വിളിച്ചാൽ പോടാ, മൈന്ന് വിളിച്ചാൽ അങ്ങോട്ട് വിളിക്കണം. TP സെൻകുമാർ സാർ അങ്ങനെയാണ്. ഞാനും അങ്ങനെയാണ്. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വിളിക്കും. കാരണം അവന് അർഹതപ്പെട്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ അവന് തൃപ്തിയാവില്ല. മാലിന്യം വേണ്ടവന് മാലിന്യം കൊടുക്കണം. നമ്മൾ പന്നിയെ വളർത്തി കഴിയുമ്പോൾ എന്താ കൊടുക്കുക? പന്നികൾക്ക് കൊടുക്കാനുള്ളത് പന്നികൾക്ക് കൊടുക്കണം. മനസ്സിലായല്ലോ? ആടിന് കൊടുക്കുന്ന പച്ചില പന്നിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. പന്നിക്ക് കൊടുക്കേണ്ടത് വേറെയാ. അത് കൃത്യമായിട്ട് പന്നികൾ വരുമ്പം അത് മുക്രയിടുമ്പം അവറ്റകൾക്കുള്ളതൊക്കെ നമുക്ക് അവറ്റകൾക്ക് കൊടുക്കണം. താങ്ക് യു. നാളെ വീണ്ടും ഭഗവാൻ തുടച്ചാൽ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. നന്ദി. ശുഭരാത്രി.